माल तेरे क्या കൈ എടുക്കടാ. सुना है कि तूने मुकुंदर सिंह से क्या लगागे अरब साले उल्लू का बटे കട്ട് 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 ഓ ഛേ താനെ ഇരിക്കുമ്പോ വാലാണതാ ഡയറക്ടറായി ഞാനിവിടുള്ളപ്പോ കട്ട് പറയാൻ നിന്നോട് ആര് പറഞ്ഞു? മൂക്കിലിടിച്ച് ചോര അണ്ണാക്കി ക്ലോട്ടായ പിന്നെ ആരാണ് കട്ട് പറയാത്തെ? അതുമല്ല ഇവൻ ഈ പട്ടി മനഃപൂർവ്വം വൈരാഗ്യം കൊണ്ട് ഇടിച്ചതാ. വൈരാഗ്യം കൊണ്ടല്ല കൈ കൊണ്ടല്ലേ ഇടിച്ചത്. നിന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കാത്തന്റെ അസൂയല്ലടാ. ഷൂട്ടിംഗ് ആവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സജയ്. ആ അതെ, മോഹൻലാലിന്റെ കാല് മുറിഞ്ഞില്ലേ, ജയൻ കോളിലൊക്കെ മരിച്ചില്ലേ, ബച്ചന്റെ പള്ള മുറിഞ്ഞില്ലേ. അത് ബച്ചൻ, ഇത് വെറും കൊച്ചായി. അങ്ങനെ ഇപ്പൊ കൊച്ചാക്കണ്ട, ഞാനാ ഈ സീരിയലിലെ ഹീറോ. നീ ഹീറോ അല്ല, നീ വെറും സീറോ. ഈ ലൊക്കേഷനിൽ ഞാനാ ഹീറോ, ദി ഡയറക്ടർ. എന്നാലേ നീ തന്നെ അങ്ങ് ഉണ്ടാക്കിയാ മതി. അതെ, നിങ്ങൾ ഹീറോയോ സീറോ എന്ത് വേണമെങ്കിലും ആയിക്കോ, എല്ലാം ഞങ്ങളുടെ കാശ് തന്നിട്ട് ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അത് കിട്ടുമ്പോ തരും. രണ്ട് കിട്ടുമ്പോ തുള്ളിക്കൊണ്ട് തരുന്ന ഞങ്ങൾക്ക് അറിയാം. അതിനൊന്നും നിൽക്കണ്ട, അതിനുമ്പോ കാശെടുക്ക്. നിങ്ങൾക്ക് ഇപ്പൊ കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. ആദ്യം റൂമിൽ പോയി വിശ്രമിക്ക്, പിന്നീട് എല്ലാം സെറ്റിൽ ചെയ്യാം. എപ്പോ? അതെ, എടുത്തോ പിടിച്ചോന്നൊക്കെ പറഞ്ഞ് എടുത്തത് ഇതൊരു സിനിമ സെറ്റപ്പ് ഒന്നുമല്ല, സീരിയലാ. അതുകൊണ്ട് സ്വല്പ സാവകാശമൊക്കെ വേണ്ടി വരും. നാളെ വൈകിട്ട് വന്നിട്ട് തന്നേക്കാം. തന്നില്ലെങ്കിൽ അതില്ലെങ്കിൽ മറ്റത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോ പോ. കാറില്ലേ? 5 ലക്ഷത്തിന്റെ കാറിൽ പോണത് നല്ലതല്ലേ, 10 ലക്ഷത്തിന്റെ ബസ്സിൽ പോണത്. ഈ അടി ഇടിയുള്ള സീരിയൽ ഒന്നും നമുക്ക് ശരിയാവില്ല. സ്ത്രീകളെ കരയിക്കുന്ന പ്രമേയം തന്നെ വേണം. 3 ദിവസം ഈ സീനിൽ കയറി പിടിച്ചിട്ട് എന്നിട്ട് തീർന്നോ? അതുമില്ല. ഇപ്പൊ ഫൈറ്റേഴ്സിന് കൊടുക്കാൻ കാശും ഇല്ലാണ്ടായി. ഇങ്ങനെ പോയാൽ നമ്മൾ ഒരിടത്ത് എത്തൂല. എല്ലാത്തിനും കാരണം ഹീറോ തന്നെ. വില്ലന്റെ ഇടികൊണ്ട് അപ്പ വിളിയല്ലേ. അതെന്റെ കുഴപ്പമാണോ? അല്ല, തന്റെ മൂക്കിന്റെ കുഴപ്പമാണോ? ഇതെന്താ പഞ്ഞി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അപ്പനെ ഒറ്റയ്ക്ക് വിടാനാ നിന്റെ തീരുമാനം? അങ്ങനെ ഞാൻ ചെയ്യുവോ? എടാ സണ്ണി, നീ ബാക്ക് പോറാ. എല്ലാരും സന്തോഷത്തോടെ പിരിഞ്ഞു പോയാ നാളെ മീറ്റിംഗ് കൂടി ബാക്കി തീരുമാനം എടുക്കാം. ഈ പദ്ധതി തുടരണോ വേണ്ടോ? ഞാൻ നിന്റെ ബൈക്കിന്റെ താക്കൂലെടുക്കാം. ഇവിടെ വീട്ടിൽ കൊണ്ടുവിടെ നാളെ തിരിച്ചെത്തിച്ചേക്കാം. ആ ബൈക്ക് നീ എടുത്തോ. മയ്യത്ത് നിങ്ങളും എടുക്കുമല്ലേ? അയ്യോ മാതച്ചായൻ. ഇന്നത്തോടെ ഇതിനൊക്കെ ഒരു അവസാനം ഞാൻ ഉണ്ടാക്കും. എന്താടാ ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് രാത്രി വഴക്കുണ്ടാക്കുക. അങ്ങ് ടി വിയിലിരിക്കുന്ന മന്ത്രി വരാതെ അറിഞ്ഞു. ചോദിച്ചപ്പോ ആരാ? എന്റെ അനിയൻ, മന്ത്രിയുടെ പിയുടെ പുന്നാര അനിയൻ. ആരോടാടാ നീ കിടന്ന് കുരയ്ക്കുന്നേ? ആ അപ്പച്ചൻ ഒരുത്തന ഇതിനൊക്കെ കാരണം. അവൻ ചോദിക്കുമ്പോ എന്ത് കൊടുത്തും കൊടുത്തേക്കുക. അതങ്ങനെ അപ്പച്ചനുണ്ടല്ലോ അഭിനയ ഭ്രാന്ത്. പിള്ളേര് വഷളാവും. ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും വേണോ? ഒന്ന് പോടി. എന്റെ ഈശോ, ഇത്ര നേരത്തെയോ? ഇത്ര നേരത്തെയൊന്നുമല്ല, മണി 9:30 നീ ഒരു കാര്യം ചെയ്യും, വെളിയിൽ നിൽക്കും. മാറ്റാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്താൻ നോക്കും. ഞാനിപ്പോ ഒരു നമ്പറുമായിട്ട് അങ്ങോട്ട് വന്നേക്കാം. നേരത്തെ വരാൻ തൽക്കാലം മുണ്ടും. ഈശോ ഉണ്ട്. അല്ലെങ്കിൽ അമ്മച്ചി പറ, യവനൊരു ജോലിക്ക് ശ്രമിക്കരുതോ? അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ പലയിടത്തേക്കും. എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കണോ? അല്ല, പറഞ്ഞു നടക്കട്ടെ. സീരിയലും കീരിയലൊന്നും പറഞ്ഞ് ബ്ലേഡുകാരനെ എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ചെലവാക്കാൻ. ആവശ്യമുള്ള ഒരു സാധനം നോക്കിയാ കാണത്തില്ല. അയ്യോ, മോനെ നീ എന്നാത്തിനാ മാത്തുക്കുട്ടി വല്ലപ്പോഴും വരുമ്പോ എല്ലാരോടും ഇങ്ങനെ തട്ടിക്കയറുന്നേ? അതിനു വേണ്ടിട്ടാണല്ലോ വല്ലപ്പോഴും വരുന്നത് തന്നെ, ഇത്തിരി തട്ടിക്കയറാൻ. അങ്ങനെയല്ലേ അവനവന്റെ ടെൻഷൻ മാറ്റുന്നേ. അല്ലെങ്കിലും മാതച്ചായൻ എപ്പോഴും ടെൻഷനാ. അതാ എനിക്കും അറിയാത്തത്. എനിക്ക് മാത്രം എന്തിനാണ് ഇത്രയും ടെൻഷൻ? ആഹാ, മാത്തച്ചായന്റെ തപ്പ വന്നു. ഞാനിപ്പോ എണീറ്റോ? എങ്ങോട്ടാ? രാവിലെ ഷൂട്ടിങ്ങിനായിരിക്കും. ഏയ് അല്ല മാത്തച്ചായ, മനോരമയില് സബ് എഡിറ്റർമാരുടെ വേക്കൻസി ഉണ്ടെന്ന് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ പോവാ. ആഹാ, അപ്പൊ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയോ? മിനിസ്റ്ററെ കൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ആ ആപ്ലിക്കേഷൻ ഇങ്ങിതാ, ഞാൻ പോസ്റ്റ് ചെയ്യാം. അയ്യോ അത് വേണ്ട, ഞാൻ പോസ്റ്റ് ചെയ്തോളാം. വേണ്ട, ഇങ്ങിതാ. ഇനിയിപ്പോ നിന്റെ കൂട്ടുകാർ അറിഞ്ഞാൽ അവരും അപ്ലൈ ചെയ്യും. അതെ, അവരും ചിലപ്പോ അപ്ലൈ ചെയ്യും. എന്തായാലും അവരും പത്രം വായിക്കുന്നവരല്ലേ. തർക്കുത്തരം പറയുന്നടാ. ഇങ്ങിതാ, അയ്യോ, കണ്ട അലവലാതികളായിട്ട് സഹകരിച്ച് ഇപ്പൊ സംസ്കാരം ഇല്ലാണ്ടായി. അതിന് ഞാനിപ്പോ അച്ചായനോട് സഹകരിക്കാറില്ലല്ലോ. എന്തോ ഇത് പഴയതല്ലേ? എടാ, ഇത് ആരാ പറ്റിക്കാനാ? അയ്യോ, ഇത്ര പെട്ടെന്ന് ഇത് പഴയതായോ? കൃഷി മന്ത്രിയുടെ പി എ കെട്ട് കൃഷി ഇറക്കല്ലേ? എന്റെ പൊന്നു മാത്തച്ചായ, ഏതെങ്കിലും ഒരു പത്രത്തിൽ എനിക്കൊരു ജോലി വാങ്ങിച്ചുക. ഈ സീരിയലൊക്കെ ഭയങ്കര പുലിവാല, ചിലപ്പോ മൂക്കിൽ ഇടിയും കിട്ടും.
അങ്ങനെ വഴിക്കുവാ. നിനക്കൊരു ജോലി ഏർപ്പാട് ചെയ്യാൻ ഞാൻ മന്ത്രിയോട് പറയുന്നു. പിന്നെ അതിൽ ഉഴപ്പിയാ പിന്നെ എന്നെ കിട്ടത്തില്ല. അയ്യേ ആ ഞാനതങ്ങ് മറന്നു. ദാ, ഈ മാസത്തെ പടി 950 രൂപ. ഓ ഒരു 50 രൂപ കൂടെ ചേർത്ത് മാന്യമായ ടോട്ടലാക്കി ചായ ഒരു 1000. സാർ ഒരു കാര്യം ചെയ്യും, സ്വന്തമായിട്ട് ജോലി കിട്ടുമ്പോ 999 രൂപ അല്ലെങ്കിൽ മുഴുവൻ ശമ്പളം അങ്ങ് കൊടുക്ക്. അച്ചായനെ കൊണ്ട് ഇത്രയേ താങ്ങും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നീ പോവാണോ? ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് പോടാ. വേണ്ട, ടിബിയിൽ മിനിസ്റ്റർ കാത്തിരിക്കുന്നു. ഞാൻ ചെന്നിട്ടേ പുള്ളി എന്തെങ്കിലും കഴിക്കൂ. അയാളുടെ വയറ് നിറയ്ക്കുന്നതും വയർ ഒഴിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്ന് ഓർത്താൽ നല്ലത്. എന്നാ ഞാൻ കുറച്ചേരം കൂടെ ഉറങ്ങിട്ട് വരാം. ഈ കാത്തിരിപ്പിന് യാതൊരു അർത്ഥമില്ല. അതിപ്പോ പ്രസിഡന്റ് വരാതെ എങ്ങനെയാ ചർച്ച നടത്തുക? ഈ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഇരിക്കാൻ പോവാ. ഇതാ പറഞ്ഞത്, അവനോൻ ഇരിക്കേണ്ടടുത്ത് അവനോൻ ഇരുന്നില്ലെങ്കിൽ അവിടെ സണ്ണി കയറി നിരങ്ങൂന്ന്. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഉടനെ ഒരു തീരുമാനം ഉണ്ടാവണം. എന്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയല് തുടർന്നുകൊണ്ട് പോവാ എന്നുള്ളത്. അത് നീ തന്നെ നടത്തിക്കൊണ്ടാ മതി. നായകനായിട്ട് അഭിനയിക്കാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് വയ്യ ഇനി ഇടികൊള്ളാൻ. ഞാനും ഇല്ല, ഓടി ഓടി നടുവിന്റെ +2 ഇളകി കിടക്കാൻ. എവിടെ? പോടായിരുന്നു. നിനക്ക് വേഗം നിന്നിന് പാട് നോക്കി പോടാ. വേറെ നായകൻ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പൊ പിന്നെ ആദ്യം മുതൽ ഷൂട്ട് ചെയ്യണ്ടേ? വേണം. എന്നാ പിന്നെ വേറെ നല്ല കുടുംബകഥ എടുത്തൂടെ? അത് ശരിയാവില്ല. കുടുംബകഥയിൽ സ്റ്റണ്ട് ഉണ്ടാവില്ലല്ലോ. ഇവൻ കുടുംബത്തെ എടുത്ത് അതിനകത്തുണ്ട് ഔസ്റ്റുണ്ട്. നീ കുറേ നേരം നിർത്ത്. നമുക്ക് വോട്ട് ഇട്ട് തീരുമാനിക്കാം ഏത് കഥ എടുക്കണോന്ന്. അപ്പോ സ്റ്റണ്ട് സീരിയൽ എടുക്കാൻ താല്പര്യമുള്ളവരെ കൈവക്ക്. 50-50. ആർക്കും ഭൂരിപക്ഷമില്ല. കൈവക്കടാ. ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങാനൊന്നും നോക്കണ്ട. ഇപ്പൊ രണ്ടും തുല്യമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റായ മായയുടെ വോട്ട് ആർക്കും നിറഞ്ഞിട്ട് തീരുമാനിക്കാം. പെണ്ണുങ്ങളെ പിടിച്ച് പ്രസിഡന്റ് ആക്കി എങ്ങനെ ഇരിക്കും? സമയത്തിനും കാലത്തിനും വരികയല്ല. പെണ്ണുങ്ങളായ അവർക്ക് പല പ്രശ്നങ്ങളും കാണും. പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിരിക്കണം. അത് നീയാണ് തീരുമാനിക്കുന്നത്. വേണ്ട, ഞാനൊരു തീരുമാനം പറയാൻ പോവാ. പ്രസിഡന്റ് വരാത്തിന് ഏത് സീരിയൽ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അത് വേണോ? അത് വേണം. എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. എന്താ ചേ, നിന്റെ മോന്ത കണ്ടാ തോന്നുന്നു ഞാൻ നിന്റെ മോത്ത മൂത്രം ഒഴിക്കുന്നതെന്ന്. എന്നൊരു കൂട്ടര് ഞങ്ങളും വരാം. ചെല്ലേ ഈനാമ്പറ്റിക്ക് മരപ്പെട്ടികൾ കൂട്ട്. ആരാ? എട്ടും പൊട്ടും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ നിങ്ങൾ ഇട്ടേച്ചു പോയ അപ്പനാടി ഇട്ടോപ്പ്. അപ്പാ, അമ്മച്ചിന്തിയെ അപ്പം പോയ വിഷമത്തില് ഇല്ല. കട്ടപ്പനക്കാരൻ കുട്ടപ്പന്റെ കൂടെ ഒളിച്ചോടി. ഇത് സിംഹ ഇര പിടിക്കുന്ന പോലാണല്ലോ നീ കയറി പിടിക്കുന്നത്. എടാ, അപ്പനും മോളും എന്നൊക്കെ പറയുമ്പോ ഒരു ഇന്റിമസി വേണം. ഇതിലിപ്പോ അതാ ഇല്ലാത്ത. എന്നാ കുറച്ച് പോയി മേടിക്കും. എന്തോന്നു? ഇല്ലണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ശരിയാവൂലെന്ന്. ചുമ്മാ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു റിഹേഴ്സലോട് നോക്കാം നമുക്ക്. ഹംക്കല്ല ഹമീദ്. രണ്ടും ഒന്ന് തന്നെ. അല്ല വേണ്ട, മറിയിക്കും. ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യും. ആദ്യം ഇങ്ങനെ തൊടുക, വളരെ പതുക്കെ. പിന്നെ ഇങ്ങനെ ഒരു പിടുത്തം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട. ഒരു അസോസിയേറ്റ് ഡയറക്ടർ അവകാശമായത്. ഓഹോ, എന്നാലേ പണ്ടൊരിക്കൽ നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? തലയിരിക്കുമ്പോ ബാലാടണ്ടെന്ന്. ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. മാറിക്കടാ. ഒന്നുകൂടെ നോക്കാം. ആക്ഷൻ. വേണം, ഞാൻ കാലുമ പിടിക്കാം, കെട്ടിപ്പിടിക്കാൻ പറ്റൂല. എടാ ഹമീദ, ദേ ഇത്രയേ ഉള്ളൂ കാര്യം. ആദ്യം ദേ ഇങ്ങനെ തൊടുക, പിന്നെ ഇങ്ങനെ ഒരു പിടിത്തം. ഇനിയിപ്പൊ നിന്റെ അപ്പം കയറി പിടിച്ചില്ലേ, നീ തന്നെ കയറി അങ്ങ് പിടിച്ചോ. എന്താ നീ കാണിക്കുന്നത്? അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കാൻ മാത്രം അത്ര ചീപ്പല്ല എന്റെ കഥാപാത്രം. എന്നാ നീ തന്നെ കയറി അങ്ങ് അഭിനയിക്കും. ഞാൻ അഭിനയിച്ചോളാം. മഞ്ജു മാറ്. അല്ല ശരിയാവൂലേ? ശരിയാവും ശരിയാവും, അതേക്കാൾ ശരിയാവും. എന്നാ ഞാൻ റിഹേഴ്സൽ നോക്കട്ടെ. പോരാ. അയ്യോ, എടാ സണ്ണി, നീ തന്നെ ഡയറക്ട് ചെയ്തോ. ഞാനിവിടെ എങ്ങും ഇല്ലാന്ന് പറഞ്ഞേക്ക്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഡയറക്ടർ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരുപാട് റിഹേഴ്സലിന് ശേഷം മാത്രമേ ടേക്ക് ഉണ്ടോ. റിഹേഴ്സൽ കഴിഞ്ഞല്ലേ? അതിന് അവൻ കാണിച്ചതെന്ന് പറഞ്ഞു അല്ലിത്. അയ്യോ, നിന്നെ പിന്നെ കണ്ടോളാ. അയ്യോ, ഇനി എന്നാ ചെയ്യും? സജി എവിടെ? സജിയോ? സജി ഇവിടെ വന്നില്ലല്ലോ. കള്ളം പറയില്ലേ? വീട്ടിൽ ചെന്നപ്പോ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്.
ഇച്ച ഇങ്ങോട്ട് വന്നേ. സജി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇച്ചാനെ കണ്ടപ്പോ മേലോട്ട് ഓടിയതാ. ആണോ ആ. ഇന്ന് അവന്റെ ഷൂട്ടിംഗ് ഞാൻ നിർത്തിച്ചു അല്ല പിന്നെ അയ്യോ സജി മോളിലുണ്ടോ? അറിയില്ല മോനെ. ഇന്ന് അവന്റെ അന്ത്യം. ആ അപ്പൊ ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എല്ലാരും അങ്ങ് അഭിനയിച്ച് മാത്തച്ചായനൊന്ന് പോട്ടെ, എന്നിട്ട് നിന്നെ അങ്ങ് കാണിച്ചാലും എങ്ങനെയാ കെട്ടിപ്പിടിക്കുന്നതെന്ന്. നീ കാണിച്ചിരുവോ? കാണിച്ചോ? മച്ചാനെ സജി ഇവിടെ വന്നിരിക്കുന്നു. എവിടെ? ഇവിടെ. അയ്യോ കാല് വയ്യാത്തവരാണേ. വഴി മാറ്. ഈ സീരിയലിൽ ഒരു പിച്ചക്കാരനുള്ളതല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഞാനില്ലാതെ വേറൊരാള്. അവന് കെട്ടിപ്പിടിക്കണം അല്ലേ? നിന്നെ ഞാൻ കയ്യിലെടുത്തോളാ തെണ്ടി. തെണ്ടി സജി, സജി. കൊള്ളാം, നീ ആയിരുന്നോ? തെണ്ടിക്കരുതേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം വേഷവും കെട്ടിയിടും തെണ്ടുന്നോടാ. നാണം ഉണ്ടോടാ നിനക്ക്? അതെങ്ങനാ? വിത്ത് ഗുണം 10 പറയാറ്. കഷ്ടം തന്നെടാ. എന്താ എന്താ അകത്തൊരു ഭ്രാന്തൻ. പ്രാന്തനോ? ഞാനാടാ. അയ്യേ, അപ്പച്ചനും ചേർന്നുള്ള കളിയായിരുന്നല്ലേ? തന്നോളമായ മക്കളെ കൂട്ടുകാരായി കാണണം എന്ന് വെച്ചാൽ അതിനർത്ഥം അവന്റെ താളത്തിനൊത്ത് തുള്ളണമെന്നില്ല. ഇതൊക്കെ ഇനി എന്നാ പഠിക്കാൻ പോണേ? ഞാൻ അവന്റെ സീരിയലില് മതി, ഇനി എനിക്കൊന്നും കേക്കണ്ട. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ. തെണ്ടിക്കാനല്ല, ജീവിക്കാൻ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കാനാ. ഇതൊക്കെ അയച്ചു കളഞ്ഞിട്ട് വാടാ.